Welcome to once. So, നമ്മൾ ഇന്ന് ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിലെ എക്സെൻട്രിക് ബോൾട്ടഡ് കണക്ഷൻസിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സോ എക്സെൻട്രിക് ബോൾട്ടഡ് കണക്ഷൻസിന്റെ വേറൊരു പേരാണ് ബ്രാക്കറ്റ് കണക്ഷൻസ്. സോ ബ്രാക്കറ്റ് കണക്ഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ടൈപ്പ് 1 ബ്രാക്കറ്റ് കണക്ഷൻസിനെ പറ്റിയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Eccentric bolted connections, bracket connections, type 1 bracket connections. So, ഇതൊരു ഐ സെക്ഷൻ ഫ്ലാഞ്ച് ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഒരു ഐ സെക്ഷൻ ഫ്ലാഞ്ച്, അതിലേക്ക് നമ്മളൊരു ബ്രാക്കറ്റ് കണക്ട് ചെയ്യാണ്. ഓക്കെ, നമ്മൾ 6 ബോൾട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ബ്രാക്കറ്റ് കണക്ട് ചെയ്തേക്കുന്നത്. സോ ഒരു ഐ സെക്ഷൻ ഫ്ലാഞ്ച്, അതിലേക്ക് നമ്മളൊരു ബ്രാക്കറ്റ് 6 ബോൾട്ട്സ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തേക്കാണ്. സോ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, അതായത് ഈ ബോൾട്ട്സിന്റെ ഈ ബോൾട്ട് ജോയിന്റിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇവിടെയായിട്ട് വരും. അത് സിമെട്രിക്കൽ ആയതുകൊണ്ട് സെന്ററിലായിട്ട് വരും. ഓക്കെ, സോ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, പി ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇതിന്റെ ഒരു എക്സെൻട്രിസിറ്റി അപ്പോൾ ഉണ്ടാകുന്നുണ്ട്, അതാണ് ഇ. ഓക്കെ, ഈ എക്സെൻട്രിസിറ്റിയിൽ പി എന്ന് പറയുന്ന ഒരു ലോഡ് ഈ ജോയിന്റിന്റെ ഈ ഭാഗത്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഇങ്ങനെ ഒരു ലോഡ് വരുമ്പോൾ ഇവിടെ ഒരു എക്സെൻട്രിസിറ്റി ഉണ്ടാകും. സോ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കണക്ഷൻസ്, അതായത് അസിമെട്രിക്കൽ ആയിട്ട് ലോഡ് വരുമ്പോൾ ഉണ്ടാവുന്ന അങ്ങനത്തെ ടൈപ്പ് എക്സെൻട്രിസിറ്റി ഉള്ള കണക്ഷൻസിനെ പറ്റിയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഇങ്ങനത്തെ കേസിൽ രണ്ട് ടൈപ്പ് ഫോഴ്സ് ആണ് ജനറേറ്റഡ് ആകുന്നത്. സോ എന്തായിരിക്കും, ആദ്യം ഒരു ഇങ്ങനൊരു പി ലോഡ് വരുമ്പോൾ ഈ ബ്രാക്കറ്റിന്റെ മൊത്തത്തിൽ ഇത് താഴേക്ക് തള്ളും അല്ലെ, താഴേക്ക് അത് ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പൊ ഈ പി ലോഡ് കാരണം ഉണ്ടാകുന്ന ഒരു ഡയറക്റ്റ് ഷിയർ ഫോഴ്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഷിയർ ഫോഴ്സ് ജനറേറ്റഡ് ഡ്യൂ ടു ഡയറക്റ്റ് ലോഡ്. ഓക്കെ, ആ ഡയറക്റ്റ് പി ലോഡ് കാരണം ഉണ്ടാകുന്ന ഒരു ഷിയർ ഫോഴ്സ് അവിടെ ജനറേറ്റഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഉണ്ടാകുന്നത്, ഷിയർ ഫോഴ്സ് ജനറേറ്റഡ് ഡ്യൂ ടു ട്വിസ്റ്റിംഗ് മൊമെന്റ്. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ലോഡ് വരുമ്പോൾ ഇതിനെ ട്വിസ്റ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതായത് ഈ ബ്രാക്കറ്റിന് ഇങ്ങോട്ട് ഇങ്ങനെ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ എല്ലാ വോൾട്ടുകളിലും എന്ത് വരും, ഷിയർ ഫോഴ്സ് ഡ്യൂ ടു ട്വിസ്റ്റിംഗ് മൊമെന്റ് ജനറേറ്റഡ് ആകും. ഓക്കെ, എല്ലാ ബോൾട്ടിലും അത് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഷിയർ ഫോഴ്സ് ജനറേറ്റഡ് ഡ്യൂ ടു ഡയറക്റ്റ് ലോഡ്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അങ്ങനെ നമ്മൾ F1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. F1 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈസിയാണ്, ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബോൾട്ട്സ് ചെയ്താൽ മതി, P/N. നമ്മൾ F1 എപ്പോഴും യൂണിഫോംലി ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുക. അതായത് ഡയറക്റ്റ് ലോഡ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യണത് എല്ലാ ബോൾട്ട്സും അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അല്ലെ എല്ലാ ബോൾട്ട്സും അത് ഈക്വലി എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ അതുകൊണ്ടാണ് P/N ചെയ്യുന്നത്. ഓൾ ബോൾട്ട്സ് ടേക്ക് ഈക്വൽ ലോഡ്. ഇനി സെക്കൻഡ് ഫോഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം, ഷിയർ ഫോഴ്സ് ജനറേറ്റഡ് ഡ്യൂ ടു ട്വിസ്റ്റിംഗ് മൊമെന്റ്. അതായത് നമ്മൾ F2 എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. F2 എങ്ങനെ കണ്ടുപിടിക്കാം? F2 will be proportional to the perpendicular distance of the bolt from the center of gravity. Okay, അതായത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ആ ബോൾട്ടിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമ്മൾ ഈ ബോൾട്ടാണ് 1 2 3 4 5 6. ഓക്കെ, ഇത്രയും ബോൾട്ട്സ് ആണെങ്കിൽ ഇപ്പോൾ ഈ ബോൾട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ആ ബോൾട്ടിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും F2. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ബോൾട്ട് ആണെങ്കിലോ ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കും ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ബോൾട്ട് ആണെങ്കിൽ ഇങ്ങനെ എല്ലാ ബോൾട്ടിലേക്കും അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും F2 എന്ന് പറയുന്ന ഫോഴ്സ്. അത് എന്തുകൊണ്ടാണ് ജനറേറ്റഡ് ആകുന്നത്? ട്വിസ്റ്റിംഗ് മൊമെന്റ് കൊണ്ടാണ് ജനറേറ്റഡ് ആകുന്നത്. ഓക്കെ, സോ F2 പ്രൊപ്പോർഷണൽ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ബോൾട്ട് ഫ്രം സെന്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് നമ്മൾ R എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇവിടെ R2 ആയിരിക്കും ഈ കേസിലാണെങ്കിലോ R1, ഈ ബോൾട്ട് ആണെങ്കിൽ R3. അങ്ങനെയാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ദെൻ F2 പ്രൊപ്പോർഷണൽ ടു R. F2 ഇസ് ഈക്വൽ ടു, നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. F2 ഈക്വൽ ടു K ഇൻറ്റു R. K എന്ന് പറയുന്നത് എന്താ, നമുക്ക് എടുക്കാം F2/R. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തതാണത്. ഇനി മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. സോ F2 ഇൻറ്റു R, അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അവിടുത്തെ F2 ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അവിടുത്തെ മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി F2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. F2 എന്താണ്, K ഇൻറ്റു R. So K into R into R, K is equal to KR square ആണ് മൊമെന്റ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി ടോട്ടൽ, അത് ഒരു ബോൾട്ടിന്റെ കേസാണ് നമ്മൾ എടുത്തത്. ഇനി ടോട്ടലിനാണെങ്കിലോ K ഇൻറ്റു സിഗ്മ ആർ സ്ക്വയർ. ഓക്കെ, എല്ലാ ബോൾട്ടിന്റെയും ആറിന്റെ സമ്മ്. ഓക്കെ, ദെൻ M is equal to, നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, K ഇൻറ്റു സിഗ്മ ആർ സ്ക്വയർ. ഓക്കെ, ദെൻ K is equal to എന്താണ്, നമുക്ക് ഇവിടുന്ന് കിട്ടും ഇല്ലേ, F2/R ആണ്. F2/R ഇൻറ്റു സിഗ്മ ആർ സ്ക്വയർ. ഓക്കെ, ദെൻ മൊത്തത്തിൽ ഇതിൻ്റെ എടുക്കുകയാണെങ്കിൽ M എന്താണ്, P ഇൻറ്റു E. മൊമെന്റ് is equal to ഫോഴ്സ് ഇൻറ്റു എക്സെൻട്രിസിറ്റി, ഡിസ്റ്റൻസ്. സോ P ഇൻറ്റു E. സോ PE is equal to നമുക്ക് ഈ മൊമെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, P ഇൻറ്റു E is equal to ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, F2/R ഇൻറ്റു സിഗ്മ ആർ സ്ക്വയർ. സോ അത് നമുക്ക് F2 കിട്ടില്ലേ, F2 is equal to P ഇൻറ്റു E ഇൻറ്റു R ഡിവൈഡഡ് ബൈ സിഗ്മ ആർ സ്ക്വയർ. ഇതാണ് F2ന്റെ ഇക്വേഷൻ. സോ നമുക്ക് ഇങ്ങനെ ഒരു എക്സെൻട്രിസിറ്റി വരുന്ന എക്സെൻട്രിക്കലി ലോഡ് വരുന്ന ഒരു കേസിൽ രണ്ട് ഫോഴ്സസ് ജനറേറ്റ് ആകുന്നുണ്ട്. ഒന്ന് ഡയറക്റ്റ് ലോഡ് കൊണ്ടുണ്ടാകുന്ന ഷിയർ ഫോഴ്സും, രണ്ടാമത്തത് ട്വിസ്റ്റിംഗ് മൊമെന്റ് കൊണ്ടുണ്ടാകുന്ന ഷിയർ ഫോഴ്സും. സോ രണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഈ ഒരു കേസിൽ ചിലപ്പോൾ എല്ലാ ബോൾട്ടുകളും ഒരേ രീതിയിലായിരിക്കില്ല F2 അനുഭവപ്പെടുന്നത്, ട്വിസ്റ്റിംഗ് മൊമെന്റ് അനുഭവപ്പെടുന്നത് എല്ലാ ബോൾട്ടിലും ഒരുപോലെ ആയിരിക്കില്ല. ചില ബോൾട്ടിൽ ഏറ്റവും കൂടുതൽ മാക്സിമം ഫോഴ്സ് അനുഭവപ്പെടുന്ന ബോൾട്ടുകളെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ബോൾട്ട് എന്ന് പറയാം. അപ്പോൾ ചിലപ്പോൾ 1 ആവാം, 2 ആവാം, ഏതാണ് നമുക്ക് ഇപ്പോൾ അറിയില്ല, നമ്മൾ അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറയാം. സോ ക്രിട്ടിക്കൽ ബോൾട്ട്സ്, അതായത് ഏറ്റവും മാക്സിമം, അതായത് ഏറ്റവും ഫസ്റ്റ് ഫെയിൽ ആകുന്ന ബോൾട്ട്, ഏറ്റവും മാക്സിമം ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ബോൾട്ടാണ് ക്രിട്ടിക്കൽ ബോൾട്ട്. സോ ക്രിട്ടിക്കൽ ബോൾട്ടിനെ ആയിരിക്കും നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുക. അതായത് മാക്സിമം ഏറ്റവും ഫസ്റ്റ് ഫെയിൽ ആകുന്നത് നമ്മൾ ഡിസൈൻ ചെയ്താലല്ലേ ബാക്കിയെല്ലാം ലൈക്ക് ആ ജോയിന്റ് സേഫ് ആയിട്ടിരിക്കുള്ളൂ. നമ്മൾ ക്രിട്ടിക്കൽ ബോൾട്ടിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുക. സോ ഫോർ ക്രിട്ടിക്കൽ ബോൾട്ട് F1 is equal to P/N. F1 സെയിം തന്നെയാണ്, നമ്മൾ പറഞ്ഞു യൂണിഫോം ആയിട്ടാണ് F1 ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്നത്. F1 is equal to ടോട്ടൽ ലോഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ബോൾട്ട്സ്. ഇനി F2 എന്ത് വരും, P ഇൻറ്റു RC ബൈ സിഗ്മ ആർ സ്ക്വയർ. അതായത് ഇവിടെ R എന്നുള്ളത് ക്രിട്ടിക്കൽ ബോൾട്ടിന്റെ R ആണ് എടുക്കേണ്ടത്, അതായത് RC എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. RC is equal to പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ക്രിട്ടിക്കൽ ബോൾട്ട്. സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ക്രിട്ടിക്കൽ ബോൾട്ടിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഈ കേസിൽ എടുക്കേണ്ടത്. സോ റിസൾട്ടന്റ് ഫോഴ്സ് എന്ത് വരും, FR is equal to root of F1 square plus F2 square plus 2 into F1 into F2 cos theta. ഇവിടെ തീറ്റ എന്താണ്, ബാക്കിയുള്ള ടേംസ് നമുക്ക് അറിയാമല്ലോ, നമ്മൾ F1 കണ്ടുപിടിച്ചു, F2 കണ്ടുപിടിച്ചു, 2 into F1 F2 into cos theta. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ F1 and F2 ഫോർ ക്രിട്ടിക്കൽ ബോൾട്ട്. അതായത് ക്രിട്ടിക്കൽ ബോൾട്ടിന്റെ കേസിൽ അവിടുത്തെ ഫോഴ്സ് F1ഉം F2ഉം, അതായത് ആ ലോഡ് കൊണ്ട് ജനറേറ്റ് ആകുന്ന രണ്ട് ടൈപ്പ് ഫോഴ്സുകളും, ആ ഫോഴ്സുകൾ തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, കാണിച്ചു തരാം. ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് P, ഇത് E. ലോഡിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് E. ഓക്കെ, ഇനി ഇതിൽ ഏത് വേണേലും ആവാം ക്രിട്ടിക്കൽ ബോൾട്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത് 5, 6. ഓക്കെ, R ഇതാന്ന് മനസ്സിലായല്ലോ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ R എന്ന് പറയാ, ഇത് R2. ഓക്കെ, ഇനി നമ്മൾ അത് പറയുന്നതിന് മുമ്പ് ഈ റിസൾട്ടന്റ് ഫോഴ്സിന്റെ കണ്ടീഷൻ പറയാം, സേഫ് ആവോ ഇല്ലെന്നുള്ളത്. അതായത് ഇഫ് FR is ലെസ് ദാൻ ബോൾട്ട് വാല്യൂ, അതായത് നമ്മുടെ റിസൾട്ടന്റ് ടോട്ടൽ ഫോഴ്സ്, അതായത് F1ന്റെയും F2ന്റെയും റിസൾട്ടന്റ് ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ബോൾട്ട് വാല്യൂ, അതായത് ജോയിന്റിന്റെ സ്ട്രെങ്ത് ആണ് നമ്മൾ ബോൾട്ട് വാല്യൂ എന്ന് പറയുന്നത്, ബോൾട്ട് വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ ജോയിന്റ് സേഫ് ആണ്. അതായത് ടോട്ടൽ ലോഡ് അതിൽ ആക്ട് ചെയ്യുന്നത് ബോൾട്ട് വാല്യൂവിനേക്കാൾ കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ജോയിന്റ് സേഫ് ആയിരിക്കും. ഇനി അതല്ല, ബോൾട്ട് വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിലോ ജോയിന്റ് ഫെയിൽ ആകും. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ ബോൾട്ട് ഫെയിൽ ആകും, അപ്പോൾ ജോയിന്റ് ഫെയിൽ ആകും. സോ ഇനി ക്രിട്ടിക്കൽ ബോൾട്ട് കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻസ് പറയാം. ഫസ്റ്റ് വൺ, ഫോർ വിച്ച് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് ഗ്രാവിറ്റി മാക്സിമം ആയിരിക്കണം. അതായത് ഈ ബോൾട്ട് ഇതിങ്ങനെ R2, R4, R3, ഇത് R5, R6. ഈ കേസിൽ നമുക്ക് കാണുമ്പോൾ അറിയാലേ R3 and R4 കുറവാണ്. ഓക്കെ, സോ അത് രണ്ടും ക്രിട്ടിക്കൽ ബോൾട്ട് ആവില്ല. അപ്പൊ തന്നെ നമുക്ക് തീരുമാനിക്കാം.
ഓക്കെ, ദെൻ അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ ക്രിട്ടിക്കൽ, ആ കണ്ടീഷൻ വെച്ചിട്ട് ഏതൊക്കെയാണ് ഇത് സിമെട്രിക്കൽ ഫിഗർ ആണ്. അതായത് ഈ ഡിസ്റ്റൻസും R1, R2, R5 ആൻഡ് R6 സെയിം ആയിരിക്കും. സോ ആ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെയാണ് ക്രിട്ടിക്കൽ ബോൾട്ട് ആവാൻ ചാൻസ് ഉള്ളത്? R1, R2, R5 ആൻഡ് R6. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് കിട്ടി. ഇനി ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഫോർ വിച്ച് ആംഗിൾ ബിറ്റ്വീൻ ആൻഡ് F1 F2 ഇസ് മിനിമം. F1 ആൻഡ് F2 ഇസ് മിനിമം. അതായത് ഫോഴ്സ് F1ന്റെയും F2ന്റെയും രണ്ട് ഫോഴ്സുകളുടെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. ഇനി അപ്പോൾ അത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കണ്ടേ? അതിന് എന്ത് വേണം? F1ന്റെയും F2ന്റെയും ഡിറക്ഷൻ അറിയണം. ഓക്കെ ഓക്കെ, സോ ഇനി F1 ആൻഡ് F2ന്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാന്ന് പറയാം. ഫസ്റ്റ് ബോൾട്ട്, സെക്കൻഡ് ബോൾട്ട്, ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, സോ F1 ഇവിടെ ലോഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് P. ഓക്കെ, സോ F1 എങ്ങനെയായിരിക്കും? ഈ ബോൾട്ടിലാണെങ്കിൽ, ഈ ബോൾട്ടിന്റെ കേസ് എടുത്താൽ F1 എന്ന് പറയുന്നത് എപ്പോഴും ലോഡിന്റെ ഡയറക്ഷന് ഈക്വൽ ആയിരിക്കും. അതായത് ലോഡിന്റെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷൻ തന്നെയായിരിക്കും F1ന്റെയും ഡയറക്ഷൻ. സോ ഈ കേസിൽ എന്ത് വരും? F1 എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും F1ന്റെ ഡയറക്ഷൻ. ഓക്കെ, സോ ഈ ബോൾട്ടിനാണെങ്കിലോ ഇങ്ങനെ F1, ഈ കേസിൽ ഇങ്ങനെ, എല്ലായിടത്തും താഴേക്കായിരിക്കും. ഓക്കെ, ഈ രണ്ട് ബോൾട്ട്സ് ഞാൻ കൺസിഡർ ചെയ്യാത്തത്, അത് ഓൾറെഡി ക്രിട്ടിക്കൽ ബോൾട്ട് അല്ല നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ വെച്ച് പറഞ്ഞു, അതുകൊണ്ടാണ് അത് ഞാൻ നോക്കാത്തത്. ഓക്കെ, ഇനി F2ന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? F2ന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് ബോൾട്ടാണോ കൺസിഡർ ചെയ്യുന്നത് ആ ബോൾട്ടിനെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അതായത് R എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും F2ന്റെ ഡയറക്ഷൻ. അതായത് ഇപ്പോൾ R ഇതാണ് അല്ലേ, ഈ ബോൾട്ടിന്റെ കേസ് എടുക്കുമ്പോൾ R ഇതാണ്, ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും F2ന്റെ ഡിറക്ഷൻ. ഓക്കെ, ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ കേസ് എടുത്താലോ, ഇവിടെ R ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഓക്കെ, സോ ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇതായിരിക്കും അപ്പോൾ തീറ്റ എന്ന് പറയുന്നത്. അതായത് F1ന്റെയും F2ന്റെയും ഇടയിലുള്ള ആംഗിൾ ആയിരിക്കും തീറ്റ. ഇവിടെ എന്ത് വരും? F1ന്റെയും F2ന്റെയും ഇടയിലുള്ള ആംഗിൾ ആയിരിക്കും തീറ്റ എന്ന് പറയുന്നത്. ഈ കേസിലോ R എന്താണ്? ഓക്കെ, R ആണ് ഇത്, F2 ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, സോ F1ന്റെയും F2ന്റെയും ഇടയിലുള്ള ആംഗിൾ ആയിരിക്കും തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ കോസ് തീറ്റയിലെ തീറ്റ. ഈ കേസിൽ എങ്ങനെ വരും? F1നെയും R നമ്മൾ വരച്ചു, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് F1ന്റെയും F2ന്റെയും ഇടയിലുള്ള ആംഗിൾ ആയിരിക്കും തീറ്റ. ഓക്കെ, ഇങ്ങനെയാണ് ഡിറക്ഷൻ കണ്ടുപിടിക്കുന്നത്. Direction of F1 is same as that of direction of external force. Direction of F2 is perpendicular to the line which join bolt to the CG. അതായത് ഏത് ബോൾട്ട് ആണോ അതിനെ CGയിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും F2 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് കേസ് നമുക്ക് ക്രിട്ടിക്കൽ ബോൾട്ട് ഇതാന്ന് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ R2, R5, R6 ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ വെച്ചത്. അതായത് ഫോർ വിച്ച് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം CG is maximum. മാക്സിമം നമ്മൾ പറഞ്ഞു ഇത്, അല്ലെങ്കിൽ ഇത് നാലിനും സെയിം ഡിസ്റ്റൻസ് ആണ്, ഇത് രണ്ടും കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ 4 എടുത്തു. ഇനി ഇതിലേതാണ് നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പോവാണ്. ഫോർ വിച്ച് ആംഗിൾ ബിറ്റ്വീൻ F1 ആൻഡ് F2 ഇസ് മിനിമം. അതായത് F1ന്റെയും F2ന്റെയും ഇടയിലുള്ള ആംഗിൾ ഏറ്റവും ചെറുതായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എന്താണ് നോക്ക്, ഒരുപാട് കൂടുതലുണ്ടല്ലേ, അതുപോലെ ഈ കേസിലും ഒരുപാടുണ്ട്. പക്ഷെ ഈ രണ്ട് കേസിലാണെങ്കിലോ രണ്ടും ഏകദേശം ചെറുതാണ്, നമുക്ക് അറിയില്ല ഏതാണ്. അപ്പോൾ ഈ കേസിൽ ഈ രണ്ട് ബോൾട്ടുകളും, അതായത് R2ഉം അതുപോലെ R6ഉം, ഇത് രണ്ടും ക്രിട്ടിക്കൽ ബോൾട്ട്സ് ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ബോൾട്ട്സ് കണ്ടുപിടിക്കുന്നത്. ഒരാഴ്ചയുടെ കണ്ടീഷൻസ് പറയാം. ഓക്കെ, ഫോർ വിച്ച് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം CG സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് മാക്സിമം. അതായത് R എന്ന് പറയുന്ന വാല്യൂ മാക്സിമം ആയിരിക്കണം. അതുപോലെ തന്നെ ഫോർ വിച്ച് ആംഗിൾ ബിറ്റ്വീൻ F1 ആൻഡ് F2 ഈസ് മിനിമം. ആംഗിൾ ബിറ്റ്വീൻ F1 ആൻഡ് F2 മിനിമം ആയിരിക്കണം. ഇനി അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? F1ന്റെയും F2ന്റെയും ഡിറക്ഷൻ അറിയണം. സോ ഡിറക്ഷൻ ഓഫ് F1 ഈസ് സെയിം as ദാറ്റ് ഓഫ് ഡിറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. P എങ്ങോട്ടാണോ അതുപോലെ തന്നെയായിരിക്കും F1ന്റെ ഡയറക്ഷൻ. അതുപോലെ F2 ആണെങ്കിലോ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ വിച്ച് ജോയിൻ ബോൾട്ട് ടു ദ CG. ഓക്കെ,
ഒരു എക്സാമ്പിളോടെ കൺസിഡർ ചെയ്യാം. ഒരു ബ്രാക്കറ്റ് കണക്ട് ചെയ്യാണ്. 4 ബോൾട്ട് വെച്ച് യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, 4 ബോൾട്ട് യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ ആയിട്ട് വരും. സോ R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈ 4 ബോൾട്ടിലേക്കും ഏകദേശം ഈക്വൽ ആയിരിക്കും അല്ലേ? സിമെട്രിക്കൽ ഫിഗർ ആയതുകൊണ്ട് 4 ബോൾട്ടിലേക്കുള്ള R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. സോ നമുക്കിനി എന്ത് വേണം? F1 ആൻഡ് F2, അതായത് തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ ഏറ്റവും മിനിമം ഏതാണോ അതായിരിക്കും നമ്മുടെ ക്രിട്ടിക്കൽ ബോൾട്ട്. ഓക്കെ, സോ ഇവിടെ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടാണ്. ഓക്കെ, ലോഡ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. സോ F1 ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ലോഡ് ഏത് ഡയറക്ഷനിലേക്കാണോ ആക്ട് ചെയ്യുന്നത് അങ്ങോട്ട് തന്നെയായിരിക്കും F1 ഡയറക്ഷൻ. ഓക്കെ, സോ F1, ഇവിടെയും F1 ഇങ്ങനെ, F1. ഓക്കെ, ഇനി F2 എന്താണ്? F2 എന്ന് പറയുന്നത് R, അതായത് നമ്മുടെ ബോൾട്ടും സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ കണക്ട് ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഇവിടെ എന്ത് വരും? ഇതാണ് സെന്റർ ഓഫ് R എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും F2. ഓക്കെ, ഇവിടെയോ? ഇവിടെ R ഇതാണ്, R-ന് പെർപെൻഡിക്കുലർ ആയിരിക്കും F2. ഇവിടെ R ഇതാണ്, R-ന് പെർപെൻഡിക്കുലർ ആയിരിക്കും F2. ഇവിടെ R ഇതാണ്, R-ന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും F2. ഓക്കെ, സോ ഇനി തീറ്റ നോക്കി എന്താണ് വേണ്ടത്? ഏറ്റവും മിനിമം തീറ്റ ഏതാണോ അതായിരിക്കും ക്രിട്ടിക്കൽ ബോൾട്ട്. സോ ഇവിടെ ഇതാണ് തീറ്റ ആംഗിള്, ഇവിടെ ഇതാണ് ആംഗിള്, ഇവിടെ F1 ആൻഡ് F2ന്റെ ഇടയിലുള്ള ആംഗിൾ ഇതാണ്, ഇവിടെ ഇതാണ്. സോ ഇതിൽ ഏറ്റവും ചെറിയ ആംഗിൾ ഏതാണ്? തേർഡ് കേസിൽ അല്ലേ? അതായത് 1, 2, 3, 4 ആണെങ്കിൽ തേർഡ് ബോൾട്ടാണ് ക്രിട്ടിക്കൽ. ഓക്കെ, മനസ്സിലായില്ല എങ്ങനെയാണ്? ഇൻക്ലൈൻഡ് ആയിട്ട് വരുമ്പോൾ F1 ഡിറക്ഷൻ, ആ പീരിയഡ് ലോഡ് എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിലായിരിക്കും. F2 സെയിം തന്നെ, അതായത് R എന്ന് പറയുന്ന ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഓക്കെ, നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്യാം. A bracket connection is made with 4 bolts of 10 mm dia and support a load of 10 kN as shown in figure at an eccentricity of 100 mm. The maximum force resisted by any bolt is അതായത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്, അതായത് റിസൾട്ടന്റ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്, FR ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫിഗർ ക്ലിയർ ആയിട്ട് വരയ്ക്കാം. ഓക്കെ, 4 ബോൾട്ട് ഉണ്ട്, ഇവിടെ ഒരു ലോഡ് ഉണ്ട് 10 kN. ദെൻ എക്സെൻട്രിസിറ്റി എത്രയാണ്? 100 mm ആണ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെയാണ്. ദെൻ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 ആണ്. ഈ ഡിസ്റ്റൻസും 30 ആണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് 40 ആണ്. ബോൾട്ടിന്റെ സെന്ററിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് 40, ഇത് 30 ആണ്. എക്സെൻട്രിസിറ്റി 100 ആണ്. ലോഡ് ആക്ട് ചെയ്യുന്നത് 10 kN ആണ്. ഓക്കെ,
നമുക്ക് ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? റിസൾട്ടന്റ് ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഷിയർ ഫോഴ്സ് ഡ്യൂ ടു ഡയറക്ട് ലോഡ് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഷിയർ ഫോഴ്സ് ഡ്യൂ ടു ഡയറക്ട് ലോഡ്. അതെന്താണ്? ടോട്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബോൾട്ട്സ് ആണ്. സോ ടോട്ടൽ ഫോഴ്സ് എത്രയാ? 10 കിലോ ന്യൂട്ടൺ അല്ലേ? അപ്പോൾ 10 എഴുതുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബോൾട്ട്സ് ഇസ് ഈക്വൽ ടു 4. സോ നമുക്ക് 2.5 കിലോ ന്യൂട്ടൺ എന്ന് ആൻസർ കിട്ടി. ദെൻ ഷിയർ ഫോഴ്സ് ഡ്യൂ ടു ട്വിസ്റ്റിംഗ് മൊമെന്റ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ അതിന്റെ ഇക്വേഷൻ എന്താ? F2 is equal to P into E into RC by sigma R square, where P is the load, E is eccentricity, RC എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ബോൾട്ടിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, സിഗ്മ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എല്ലാ ബോൾട്ടിലേക്കുള്ള സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നുള്ള ഡിസ്റ്റൻസിന്റെ സം ആയിരിക്കും. ഓക്കെ, സോ R1, R2, R3 കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇതാണ് R1, സോറി ഇത് R1, ഇത് R2. സോ ദിസ് ഇസ് R2. എല്ലാം സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും, സിമെട്രിക്കൽ ആയതുകൊണ്ട്. സോ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ദെൻ ഈ ഡിസ്റ്റൻസ് അറിയാം അല്ലേ? 30 ആണ്. ഈ ഡിസ്റ്റൻസ് എത്രയാ? 40 ആണ് അല്ലേ? ഇവിടെ സെയിം. ഓക്കെ, ദെൻ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. പൈത്തഗോറസ് തിയറം വെച്ചിട്ട് √40² + 30² = 50 mm നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ R1, R2, R3, R4 കണ്ടുപിടിച്ചു. ഇനി എന്താ? ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് അറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. F2 is equal to P എന്ന് പറയുന്നത് 10 കിലോ ന്യൂട്ടൺ, എക്സെൻട്രിസിറ്റി 100, RC അതായത് നമ്മൾ ഈ കേസിൽ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു തേർഡ് ഈ 2 ബോൾട്ട് ആയിരിക്കും ക്രിട്ടിക്കൽ. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഈ ബോൾട്ടാണ്. ക്രിട്ടിക്കൽ ബോൾട്ട്സിൽ ഏത് ബോൾട്ട് വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, RC അപ്പോൾ തേർഡ് ബോൾട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്, 15 എടുക്കാം, ഡിവൈഡഡ് ബൈ ഓരോ ബോൾട്ടും, അതായത് ഓരോ ബോൾട്ടിലേക്കുള്ള R² സമ്മ്. സോ 4 ബോൾട്ട് ഉണ്ട്, 4 ബോൾട്ടിലേക്കുള്ള 50² + 50² + 50² + 50² ചെയ്യുമ്പോൾ നമുക്ക് 5 കിലോ ന്യൂട്ടൺ ആൻസർ കിട്ടും. ഓക്കെ, കിലോ ന്യൂട്ടൺ ആൻസർ കിട്ടും. ഓക്കെ, ദെൻ റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? FR is equal to √F1² + F2² + 2F1 F2 cos θ. cos θ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, ഇവിടെ ക്രിട്ടിക്കൽ ബോൾട്ടിലേക്കുള്ള വാല്യൂ ആണ് വേണ്ടത്. ഞാൻ ഇവിടെ വരയ്ക്കാം. 1, 2, 3, 4. ഓക്കെ, ഇത് സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, തേർഡ് ബോൾട്ട് ക്രിട്ടിക്കൽ ബോൾട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ക്രിട്ടിക്കൽ ബോൾട്ടിലേക്കുള്ള നമ്മൾ 6 വരച്ചു. 6 വരച്ചിട്ട് ഇനി തീറ്റ കണ്ടുപിടിക്കാനായിട്ട് F1 ഡയറക്ഷൻ. F1 എങ്ങോട്ടാണ്? താഴോട്ടാണ്. F2 എന്ന് പറയുന്നത് R-ന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഇങ്ങനെ. സോ ഈ ആംഗിളാണ് തീറ്റ. ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ വരയ്ക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? 90. ഓക്കെ, 90 ആകുമ്പോൾ ഇത് 90 - θ. 90 - θ ആയിരിക്കും ഈ ആംഗിൾ. ഇതെന്താണ്? ഇതും പെർപെൻഡിക്കുലർ ആണല്ലേ. സോ ഇത് 90 - θ ആണെങ്കിൽ ഇതെന്തായിരിക്കും? θ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ആ ആംഗിള് θ എന്നുള്ള ആംഗിൾ കിട്ടി. ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയാം അല്ലേ? ഇത് സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 40. ഓക്കെ, സോ 40 എടുക്കാം. 40 ഡിവൈഡഡ് ബൈ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 50 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ 50, അതായത് ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് cos θ. cos θ = 40/50 ചെയ്യുമ്പോൾ നമുക്ക് cos θ കിട്ടും. 0.8 ആണ് cos θയുടെ വാല്യൂ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഇവിടെ F1 വരയ്ക്കാം. ഇവിടെ F1, F2 എന്ന് പറയുന്നത് R-ന് പെർപെൻഡിക്കുലർ ആയിരിക്കും. F1, F2 എന്ന് പറയുന്നത് R-ന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഈ ആംഗിളാണ് തീറ്റ. ഇവിടെ നമ്മളൊരു ഹൊറിസോണ്ടൽ വരയ്ക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രി. അപ്പോൾ ഇതെന്ന് പറയുന്നത് 90 - θ ആകും. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ് അല്ലേ? പെർപെൻഡിക്കുലർ ആണ്. ഇത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇത് 90 - θ ആണെങ്കിൽ ഇത്
തീറ്റ ആയിരിക്കും. ഓക്കെ, 90 മൈനസ് തീറ്റ. ഓക്കെ, ഇങ്ങനെയാണ് തീറ്റ കണ്ടുപിടിക്കുന്നത്. സോ കോസ് തീറ്റ ഈക്വൽ ടു 40/50.8 കിട്ടും. റിസൾട്ടന്റ് ഫോഴ്സ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F1² പ്ലസ് F2² പ്ലസ് 2F1 F2 കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 716 കിലോ ന്യൂട്ടൺ എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എക്സെൻട്രിക് ബോൾട്ടഡ് കണക്ഷൻസ്. സോ ഇതോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.